ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഈശോയുടെ തിരുസന്നിധിയിൽ സ്വസ്ഥമായിട്ട് നമുക്കിരിക്കാം. കാരുണ്യനാഥന്റെ വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കുമ്പോൾ മഴത്തുള്ളികൾ പോലെ അവിടുത്തെ സ്നേഹം നമ്മുടെ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങി നമ്മളിലുള്ള എല്ലാ വൈരാഗ്യ ബുദ്ധികളെയും മറ്റുള്ളവരോട് പക വീട്ടണം എന്നുള്ള ചിന്തയെയും നമുക്ക് കഴുകിക്കളയാം. തമ്പുരാനെ ധ്യാനിച്ചുകൊണ്ട് ഉണ്ണീശോയെ എടുത്തിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മനോഹരമായ രൂപം മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. ചമ്രം പടിഞ്ഞിരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ, ഏതെങ്കിലും യോഗാസനങ്ങളിൽ ഇരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അങ്ങനെ, നീണ്ടു നിവർന്ന് കിടക്കാൻ പറ്റുമെങ്കിൽ അതും ഓക്കെയാണ്. നമ്മൾ എങ്ങനെയായിരുന്നാലും നമ്മുടെ ഭാഗങ്ങൾ ഓരോന്നും ശാന്തമാക്കണം. കണ്ണുകൾ അടച്ച് കരങ്ങൾ സ്വസ്ഥമായി മടിയിലോ ചങ്കിലോ ഒക്കെ വെച്ചിട്ട് ദീർഘശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുക്കണം. എപ്പോഴും നമ്മൾ ഓരോരുത്തരും ശ്വാസം വലിക്കുന്നവരാണ് എങ്കിലും ബോധപൂർവം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ അതിന് വലിയൊരു ശുദ്ധീകരണ പ്രക്രിയ കൂടിയാണ്. അത് ഒരു സുഖപ്പെടുത്തൽ കൂടിയാണ്. നമുക്കൊരു നിമിഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കാം. പുറത്തേക്ക് വിടാം. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമുക്ക് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നമ്മുടെ കൺപോളകൾ ഇപ്പോൾ അടഞ്ഞിരിക്കുകയാണ്. നമ്മൾ നമ്മളെ തന്നെ ഈ അവസ്ഥയിൽ ഒന്ന് കണ്ണാടിയിൽ കാണാൻ പറ്റുവാണെങ്കിൽ, ഒരു വീഡിയോ എടുത്ത് നോക്കാൻ പറ്റുകയാണെങ്കിൽ, അടഞ്ഞിരിക്കുന്ന കൺപോളകൾക്കുള്ളിലും നമ്മുടെ കൃഷ്ണമണികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടും ഇരിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ മനസ്സ് സ്വസ്ഥമാകുമ്പോൾ നമ്മുടെ ശരീരവും സ്വസ്ഥമാകും. നമ്മുടെ കൃഷ്ണമണികൾക്ക് അനക്കമില്ലാതെ ശാന്തമാവും. കൈവിരലുകൾ താളം പിടിക്കുന്നത് നിൽക്കും. നമ്മുടെ അനുവാദമില്ലാതെ കാലുകൾ ഇളകിയാടുന്നത് നിൽക്കും. ഒരു മഴത്തുള്ളി മേഘത്തിൽ നിന്നിറ്റിറ്റ് നമ്മുടെ കൈക്കുള്ളിലേക്ക് വീഴുന്നത് പോലെ നമ്മുടെ മനസ്സ് ശാന്തമായി ശ്രദ്ധയോടെ ആക്കി വെക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. എന്നിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയുടെ കയ്യിലിരിക്കുന്ന ആ സുന്ദരനായ കുഞ്ഞിനെ നോക്കിയിട്ട് പറയാം, ഈശോയെ, ഇതാ ഞാൻ, എന്നെ സ്വീകരിച്ചാലും. ഈശോയെ, ഞാൻ എൻ്റെ കോപത്തെയും പകയെയും അങ്ങയുടെ സന്നിധിയിലേക്ക് തരികയാണ്. ആ കുഞ്ഞിളം കൈകൾ കൊണ്ട് എൻ്റെ മനസ്സിലെ വൈരാഗ്യത്തെ, കോപത്തെ ഒക്കെ ഒന്ന് എടുത്തു മാറ്റണമേ. എന്നെ തകർത്തവരെന്ന് ഞാൻ വിചാരിക്കുന്നവരോടും എനിക്ക് ദേഷ്യം തോന്നിയ എല്ലാവരോടും പാഠം പഠിപ്പിക്കണമെന്നും ദൈവമെങ്കിലും പ്രതികാരം ചെയ്യുമെന്നും ശപിച്ചു വിട്ടിരിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. നല്ല ഈശോയെ, അങ്ങയുടെ സന്നിധാനത്തിനരികെ കുഞ്ഞിനെ അങ്ങയുടെ ആ നീർമിഴികളിലേക്ക് നോക്കി എൻ്റെ പാപം ഞാൻ ഏറ്റുപറയുകയാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കാനാവാതെ കോപത്തോടുകൂടി അവരെ പറഞ്ഞയക്കുമ്പോൾ, മാറ്റി നിർത്തുമ്പോൾ, എൻ്റെ മനസ്സിൽ എൻ്റെ അധികാരം കൊണ്ടും എൻ്റെ ഗർവ് കൊണ്ടും ഞാൻ അനുഭവിക്കുന്ന ആത്മനിർവൃതി തെറ്റായ ഒന്നാണെന്ന് നീ എന്നെ പഠിപ്പിച്ചു തരുന്നു. സ്വർഗത്തിൻ്റെ അധിപനായ നീ ഒരു മനുഷ്യ സ്ത്രീയുടെ ഉദരത്തിലേക്ക് ഒരു മനുഷ്യ സ്ത്രീയിലൂടെ
ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ എത്രമാത്രം നിസ്സാരതയുടെ പര്യായമായ ഒരു കുഞ്ഞി പൈതലായി നീ അവതരിച്ചപ്പോൾ ഉണ്ണീശോയെ, ഞാനും എൻ്റെ പാപങ്ങളിൽ നിന്ന് മോചനം നേടി ഒരു വിശുദ്ധിയുള്ള നീർത്തുള്ളിയായി നീയാകുന്ന സമുദ്രത്തിലേക്ക് ഇഴുകിച്ചേരുവാൻ ആഗ്രഹിക്കുന്നു. മനസ്സിൻ്റെ എല്ലാ ഭാരങ്ങളെയും ഭാവങ്ങളെയും ശുദ്ധീകരിച്ച് ഈ ഒരു ദിവസം എല്ലാവരോടും സ്നേഹത്തോടും സഹിഷ്ണുതയോടും കൂടി പെരുമാറുവാൻ ഈ ജന്മ തിരുനാളിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാളുകളിൽ ഇന്നത്തെ ഒരു ദിവസമെങ്കിലും വിശുദ്ധിയോടും സന്തോഷത്തോടും കൂടി ജീവിക്കാനുള്ള കൃപാവരം പൊന്നുണ്ണീശോയെ നീ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.